ഈശോയ്ക്ക് നമ്മോടുള്ള മനോഭാവം എന്താണെന്ന് നമ്മൾ ഇന്ന് സുവിശേഷത്തിലൂടെ കണ്ടെത്താൻ പോവുകയാണ്. ഈശോയ്ക്ക് നമ്മോടുള്ള മനോഭാവം എന്ന് പറയുന്നത് അനുകമ്പയുടെ മനോഭാവമാണ്. വചനം പറയുന്നുണ്ട്, ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു. ഈശോയ്ക്ക് അവരെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നിയെന്നാണ് വചനം പറയുന്നത്. ഓക്കെ, ഈ അനുകമ്പയുടെ ഹൃദയമാണ് ദൈവത്തിൻ്റെ ഹൃദയം. ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അത്തരത്തിലുള്ള ഹൃദയങ്ങളുടെ മനോഭാവമാണ്. ഇന്ന് ആർക്കും ആരോടും ഒരു അനുകമ്പയില്ലാത്ത കാലഘട്ടം. മാതാപിതാക്കളോടില്ല, മുതിർന്നവരോടില്ല, പരസ്പരം ബഹുമാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ ഹൃദയമൊക്കെ ഇന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നന്മ നഷ്ടപ്പെട്ട് പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല. പലയിടങ്ങളിലൊക്കെ ഇന്ന് പല നന്മകളൊക്കെ കാണുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ കടന്നു വരുന്ന പല വീഡിയോസും, അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നന്മകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ വീണ്ടും പറയുന്നത്. നോക്കിയേ, എത്രത്തോളം ആർദ്രമായ അനുകമ്പ നിറഞ്ഞ ഹൃദയമാണ് ഈശോയുടെ. ഈ തിരുഹൃദയ മാസത്തിൽ, ജൂൺ മാസത്തിൽ പ്രത്യേകമായിട്ട് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ അനുകമ്പ നിറഞ്ഞതാണോ? ചുറ്റുമുള്ളവരെ കാണുമ്പോൾ, പാവപ്പെട്ടവരെ കാണുമ്പോൾ, ആരുമില്ലാത്തവരെ കാണുമ്പോൾ, നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്നവരെ കാണുമ്പോൾ ഈ അനുകമ്പയുടെ ഹൃദയം എനിക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയൊരു ഹൃദയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈശോയുടെ ഹൃദയം പോലെ തന്നെയാണ് നമ്മുടെ ഹൃദയമെന്നും മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഈശോയുടെ ഈ മനോഭാവം നമുക്കുണ്ടാവണം. നമ്മുടെ മുമ്പിൽ ഒരാൾ കൈ നീട്ടുമ്പോൾ, യാചിക്കുമ്പോൾ, കടം ചോദിക്കുമ്പോഴൊക്കെ ഈ അനുകമ്പയുടെ ഹൃദയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും ഈശോയെ പോലെ ഒരു ഹൃദയമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക്, സഭയുടെ മേഖലകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ അനുകമ്പ നഷ്ടപ്പെട്ടു പോയ ചില മേഖലകളൊക്കെ കാണാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അസ്വസ്ഥതകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നത്. കാരുണ്യം വറ്റിപ്പോയ ഹൃദയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായിട്ട്. അധികാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ ഈ മേഖലകളിലൊക്കെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഈ അനുകമ്പ നിറഞ്ഞ മേഖലയൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈശോയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയം വളരുവാനായിട്ട്, നമ്മുടെ ഹൃദയത്തിനും അത്തരത്തിലൊരു മനോഭാവത്തിലേക്ക് വളരാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.